പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതായത് നമുക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞിട്ട് സക്സസ് ഹാൻഡിൽ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. സാറും വളരെ ചെറുപ്പത്തിൽ ആദ്യത്തെ സിനിമയിൽ തന്നെ ആത്മഹത്യ സക്സസ് എത്തിയതാണ്. അന്ന് എങ്ങനെയായിരുന്നു അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നത്? എനിക്ക് തന്നെ അറിയില്ല അത് എങ്ങനെ സക്സസ് ഒരു ബിക്കോസ് നമ്മളാരും സാറ് പുറത്ത് പോലും ഒരു കാറിന്ന് പുറത്തിറങ്ങിയാൽ ആൾ കൂടി പോലീസ് വന്ന് അവരെ കാണുമെന്നല്ല അന്ന്. പക്ഷെ എനിക്കറിയാം ഞാനൊരു ജീവനോട് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് പല സ്ഥലത്തും. എനിക്ക് പേഴ്സണലി അറിയാൻ പറ്റുന്നത്, ഞാൻ ഒരു അമ്പലത്തിൽ ഒരാൾ പറഞ്ഞ ശങ്കർ സാറിന്റെ കാര്യം പറഞ്ഞപ്പോ, ഒരു അമ്പലത്തിൽ സാർ ഒരു പരിപാടിക്ക് കൊടുത്തു. ലാസ്റ്റ് പോലീസ് ഒക്കെ കൂടിയിട്ട് അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തു. അല്ല, അത് ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ഒരു ക്രേസ് അങ്ങനെയായിരുന്നു. ഇപ്പൊ അതൊക്കെ അത്ര ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് കാണാൻ സാധിക്കില്ല. ഇന്നിപ്പോ നമുക്ക് എല്ലാരെയും എവിടെയും കാണാം. തിയേറ്ററിൽ തന്നെ പോകണം. ഞങ്ങളും പുറത്തുനിന്ന് അങ്ങനെ വരാറില്ല. പലർന്നൊക്കെ പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ. അല്ലെങ്കിൽ ഒരു അത്ര അത്യാവശ്യമായിട്ട് ഒരു മാരേജ് അങ്ങനെ ഈ കടയ്ക്ക് പോവുക അതൊന്നും ഇല്ലല്ലോ. എവിടെയും പോവാറില്ല. എന്നും ഷൂട്ട് ചെയ്ത് പോയി എയർപോർട്ട് അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അല്ല, അത് അന്ന് നമ്മുടെ ആ ചെറുപ്പത്തിന്റെ ആ ഒരു ഇതിൽ നമ്മളത് ഹാൻഡിൽ ചെയ്ത് പോയി. ബിക്കോസ് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു സക്സസ്. അപ്പോൾ അതിന്ന് നമുക്കുണ്ടായ ഒരു ഫാൻ ബേസ്. അപ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ അപ്പോഴേക്കും ബിസിയായി സിനിമയിൽ. അപ്പോൾ സിനിമയിൽ ബിസി ആയപ്പോൾ നമ്മൾ നമ്മുടെ വർക്കുമായിട്ടങ്ങ് മുമ്പോട്ട് പോയി.